ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 2020 മോഡൽ കോണ്ടിനെൻ്റൽ GT 650 ആയിട്ടാണ്. ഈ വണ്ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്കിൽ നിന്ന് അത്യാവശ്യം കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുള്ളൊരു ബൈക്കാണ്. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നത് സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്സ് മാറിയിട്ടുണ്ട്. ഇത് HAG എന്നുള്ള ബ്രാൻഡിൻ്റെ മൈനസ് എന്നുള്ളൊരു മോഡലാണ്. ലൈറ്റിൻ്റെ ത്രോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ മോഡലിന് ഹാലജനാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റി പുള്ളി LED ആക്കിയതാണ്. അടുത്തൊരു മോഡിഫിക്കേഷനാണ് ഇതിൻ്റെ എക്സോസ്റ്റ്. റെഡ് റൂസ്റ്ററിൻ്റെ ഒരു പെർഫോമൻസ് എക്സോസ്റ്റ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് കൂടാതെ കോഡ് 6ൻ്റെ പോപ്സ് ആൻഡ് ബാങ്ക്സ് എന്നുള്ള ട്യൂണിങ് കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊട്ടറും ചീറ്റലും ഈ വണ്ടിക്ക് കൂടുതലാണ്. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളായിട്ട് ഞാനൊരു വീഡിയോ രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാണ് ആ പറഞ്ഞ പൊട്ടലും ചീറ്റലും. രാത്രി തീയും ബേളമൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സമാധാനത്തിൽ സിറ്റിക്കകത്ത് ഓടിച്ചിറക്കാമെന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് കൈ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അപ്പം പൊട്ടും. അത് ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് അത്ര താല്പര്യമില്ല, എസ്പെഷ്യലി ഓൺ സിറ്റി റൈഡ്സ്. ഹൈവേയിലൊക്കെ ഒരു രസമാണ്. പിന്നെ ഒരു മോഡിഫിക്കേഷൻസ് പറയാനില്ല. ബേസിക്കലി പില്ലിൻ സീറ്റ് കവർ ചെയ്ത് അവിടെ ഒരു കൗള് വരുന്നു എന്നേ ഉള്ളൂ. പില്ലിനുള്ളപ്പോൾ ഇത് അഴിച്ച് നമുക്ക് ഊരാവുന്നതാണ്. പിന്നെ കാണുന്ന ഈ റേഡിയേറ്റർ കാർഡാണ്. അത് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ഒരു ആഫ്റ്റർ മാർക്കറ്റാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറ്റ് സെർവ്സ് ഹിസ് പർപ്പസ്. നമ്മുടെ റോട്ടിൽ കിടക്ക് പോകുമ്പോൾ കല്ലൊക്കെ അടിച്ച് റേഡിയേറ്റർ ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ടൊരു റേഡിയേറ്റർ കാർഡ് എപ്പോഴും വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ വ്യൂ ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഓണർ മിറേഴ്സ് അയച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ വലിയ ഫാനല്ല, കാരണം ഒരു സേഫ്റ്റി കൺസേൺ ആണ്. മിറർ അയച്ചു വയ്ക്കുന്നത് ഞാൻ അഡ്വൈസ് ചെയ്യില്ല. കുറഞ്ഞ പക്ഷം ഒരു ബാർ ആൻഡ് മിറേഴ്സെങ്കിലും നിങ്ങൾക്ക് വേണം. പിന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, GT 650 ഇൻ്റർസെപ്റ്റും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഈ ഡൗട്ട് സത്യം പറഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിൽ മെയിൻലി വരുന്നതാണ് ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ്. ഇൻ്റർസെപ്റ്റർ മെയിൻലി ഒരു ക്രൂസർ എന്നല്ല, എന്നാലും ആ ഒരു കാറ്റഗറി വരുന്നൊരു ബൈക്കാണ്. അതിന് വൈഡ് ഹാൻഡിൽ ബാസ് ആണ് വരുന്നത്. അതേസമയം GT 650 ഒരു ക്ലിപ്പ് ഓൺസ് ആണ് വരുന്നത്. പിന്നെ ഇൻ്റർസെപ്റ്ററിൽ നിന്ന് വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഫ്യൂൾ ടാങ്കാണ്. എനിക്ക് തോന്നിയത് എയറോഡൈനാമിക്സ് വൈസും കുറച്ച് ഗ്രിപ്പ് കൂടുതലും കിട്ടുന്നത് നമുക്ക് ഈ ഒരു ടാങ്കിലാണ്. പിന്നെ ഒരു വ്യത്യാസം ഇതിലുള്ളത്, ഇതിൽ കിടക്കുന്നത് പിറലിയുടെ ടയേഴ്സാണ്. ഇതിപ്പോൾ ഞാൻ ഈ പാടത്തും പറമ്പിൽ ചാടി വന്നിട്ട് ഫുൾ ചെളി പിടിച്ചിരിക്കുകയാണ്. ടയർ ഓൾമോസ്റ്റ് വെയർ ഔട്ട് ആയിരിക്കുകയാണ്. ഒരു 4000-5000 കിലോമീറ്റേഴ്സിങ്ങനെ ലൈഫ് കിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ടയർ മുട്ടയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടും പതുക്കെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇൻ്റർസെപ്റ്ററായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയും കുറവാണ്. ഇൻ്റർസെപ്റ്റിന് ഒരു 13.7 ലിറ്റേഴ്സ് ടാങ്ക് വരുമ്പോൾ ഇതിനൊരു 12.5 ലിറ്റേഴ്സ് ടാങ്ക് മാത്രമാണ് വരുന്നത്. വിച്ച് ഡസൻറ്റ് മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ്. ഹാർഡ്ലി ഒരു 1.2 ലിറ്റേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഫുഡ് പെക്സ് റയർ സെറ്റാണ്. ഇൻ്റർസെപ്റ്റർ ആകുമ്പോൾ നേരെ സെൻട്രലാണ് വരിക. കുറേ കൂടി റിലാക്സ് റൈഡിങ് ആയിരിക്കും ഇൻ്റർസെപ്റ്ററിൽ. പിന്നെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർസെപ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനും ഒരു പൊടിക്ക് സീറ്റ് ഹൈറ്റ് കുറവാണ്. ഇത് 793 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. നേരെ മറിച്ച് ഇൻ്റർസെപ്റ്റർ ആകുമ്പോൾ 803 mm വരും. അതും വലിയൊരു ഡിഫറൻസ് അല്ല. പിന്നെ അടുത്തതാണ് വെയിറ്റ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞായിരുന്നു വണ്ടി ഒന്ന് ജസ്റ്റ് കയ്യിൽ നിന്ന് പോകാൻ വന്നപ്പോൾ. പക്ഷേ എങ്കിലും ഇൻ്റർസെപ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് കുറവൊന്നും പറയാൻ പറ്റില്ല. ഇതിന് വരുന്നത് 198 kilograms ആണ്. ഇൻ്റർസെപ്റ്റർ ആകുമ്പോൾ 202 kilograms വരും. പിന്നെ റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ കാണുന്ന ചെറിയ ചെറിയ ഫിറ്റ് ആൻഡ് ഫിനിഷ് പ്രശ്നങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പീഡോമീറ്റർ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ മഴയാണ്, കണ്ടോ ഫുള്ളി ഫോഗ്ഡ് അപ്പ് ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ വണ്ടി ഒരു നിയർലി 3 years പഴക്കമുണ്ട്. 23,000 കിലോമീറ്റർ സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. ചെറിയ ചെറിയ വൈബ്രേഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് റോയൽ എൻഫീൽഡിൻ്റെതായ ചെറിയ ചെറിയ വൈബ്രേഷനൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നതാണ്. ഭയങ്കര ഒരു അനോയിങ് ആയിട്ടുള്ള വൈബ്രേഷൻ അല്ല, എങ്കിലും വൈബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് മാത്രം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഫ്രണ്ട് ഷോക്സ് ആണ് കേട്ടോ. ഹൈവേ റൈഡ്സ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ സിറ്റിക്കകത്ത് ഇപ്പോൾ ഓടിച്ച് നടന്നപ്പോൾ ആ ഷോക്ക് നമ്മൾ ഓരോ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേ സെയിം ഫീൽ ഇൻ്റർസെപ്റ്റിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ അത് വൈഡ് ഹാൻഡിൽ ബാറെ നമ്മൾ കുറേ കൂടി അപ്രൈറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇത് കുറേ കൂടി ഫോർവേഡ് ലീൻ ചെയ്തിരിക്കുന്ന കാരണമായിരിക്കും ഓരോ കുടിയിലൊക്കെ വീഴുമ്പോൾ കറക്റ്റ് ആ ഷോക്ക് വർക്ക് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്ര റഫ് ഒന്നും അല്ല, കംഫർട്ടബിൾ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു മോസ്റ്റ് അഫോർഡബിൾ 650cc ഇൻ ദ മാർക്കറ്റ് എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ഇൻ്റർസെപ്റ്റർ ആണെങ്കിലും GT 650 ആണെങ്കിലും. പിന്നെ സ്പെയർസ് റോയൽ എൻഫീൽഡ് ആണ്, നമുക്കറിയാം എല്ലായിടത്തും കിട്ടും. അത്ര എക്സ്പെൻസീവ് അല്ല, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിരുന്നുള്ളത്. പിന്നെ ഏതൊരു വണ്ടിയാണെങ്കിലും അതിന് പ്ലസും മൈനസും ഉണ്ട്. പിന്നെ റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. എങ്കിലും ഐ വുഡൻറ്റ് സേ ദിസ് ഇസ് എ ബാഡ് ബൈക്ക്. ഇറ്റ്സ് എ വെരി ഗുഡ് ബൈക്ക്. എനിക്കിഷ്ടമാണ് വണ്ടി. ഇതിപ്പോൾ ഒരു 3rd ടൈമാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ അത്ര കോൺഫിഡൻസ് ഇല്ല എനിക്ക് ഈ വണ്ടി കൈ കൊടുത്ത് ഓടിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടയർ വെയർ ഔട്ട് ആയിട്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അധികം വെറുപ്പിക്കുന്നില്ല. ചിലപ്പോൾ ആൾക്കാർ പിടിച്ചിട്ട് എന്നെ പഞ്ഞിക്കിടും. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. സംഭവം ഞാനൊരു പറമ്പിൽ കയറി ഷൂട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. രാവിലെ 8:30 കഴിഞ്ഞതേ ഉള്ളൂ. പറമ്പിൽ നിന്ന് ഇറങ്ങി എൻ്റെ ചെളി മൊത്തം അടിച്ച് കയറുകയാണ്. കണ്ടോ, ആ ഒരു പൊട്ടലാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സമാധാനത്തിന് വണ്ടി ഓടിച്ചിറക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഒരു അഡ്വൈസാണ്, ആരും ബൈക്സ് മിറർ ഇല്ലാണ്ട് യൂസ് ചെയ്യരുത്. കണ്ടോ, എനിക്കിപ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ഒരു പിടുത്തമില്ല. വണ്ടിക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ലെഫ്റ്റ് ചേർന്ന് തന്നെ പോവാണ്. പിന്നെ അധികം കൈ കൊടുത്ത് പോകാനും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ടയർ വെയർ ഔട്ടായിട്ടിരിക്കുകയാണ്.
ഇതേപോലെ പൊട്ടലും ചീറ്റലുമാണ് ഓരോ തവണ നമ്മൾ കൈ കൊടുത്ത് വിടുമ്പോഴും. അതെനിക്ക് സിറ്റിക്കകത്ത് ഓടിച്ച് കിടക്കുമ്പോൾ അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ തന്നെ പലരെയും പലവട്ടം പ്രാഗിയിട്ടുള്ളതാണ് ഇതേപോലെ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി പോയിട്ട്. ഞാൻ ഇത്ര പതുക്കെ പോയിട്ടും ഒരേ തവണ കൈ വിടുമ്പോഴും പൊട്ടുകയാണ്. ഇതിലിപ്പോൾ സ്പോക്ക് വീൽസാണ് വരുന്നത്. ഇത് ട്യൂബ് ടയറാണ്. അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം റോട്ടിൽ പഞ്ചർ കിട്ടി കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഓണർ തന്നെ 2-3 തവണ പഞ്ചർ കിട്ടി വഴി കിടന്നിട്ടുണ്ട്. ഇപ്പോൾ GT650ക്കും ഇൻ്റർസെപ്റ്ററിനും സ്റ്റോക്കായിട്ട് വരുന്ന അലോയ് വീൽസ് എന്തോ എനിക്ക് കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്പോക്ക് വീൽസ് ട്യൂബ്ലെസ് ആക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത്ര മാരകമായിട്ടുള്ള ഹീറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ച് നേരമായിട്ട് ട്രാഫിക് കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കാലിലേക്കും ഹീറ്റ് അറിയുന്നുണ്ട്, എന്ന് വെച്ച് മറ്റേ മുട്ട പൊരിക്കുന്ന രീതിക്കുള്ള ചൂടൊന്നും ആയിട്ടില്ല. ഇൻ്റർസെപ്റ്റർ അല്ലെങ്കിൽ GT650 യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ കുറേ കൂടി ഒരു ക്ലിയർ പിക്ചർ കിട്ടുമായിരുന്നു. ഒരു 650cc ബൈക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഹാർഡ് ഫീലിംഗ് ഒന്നും എനിക്ക് ക്ലച്ചിൽ തോന്നിയിട്ടില്ല. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കോണ്ടിനെൻ്റൽ GT650യുടെ എൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.